ഹലോ ഗായ്സ്, ഇന്ന് സ്കൂൾ ലീവാണ്. ദിയമോൾക്ക് ലീവാണ്. ചിഞ്ചുവിന് NCCൻ്റെ ക്ലാസ് ഉണ്ട്. ചിഞ്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ദിയമോളൊന്ന് സർപ്രൈസ് ആക്കാമെന്ന്. ദിയമോളിപ്പോൾ മദർസിലേക്ക് പോയിരിക്കാം. അവൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം അവൾ സർപ്രൈസ് ആവോ ഇല്ലേന്ന് കാണാം. എന്താണ് ഇല്ലേ? നമുക്ക് പുറത്തു പോവാം. പുറത്തു പോവാ. എങ്ങോട്ടാന്നൊന്നും ചോദിക്കില്ല? പറയില്ല. അവളോട് പോവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങോട്ടായ എന്തിനാന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അവളും ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റാൻ തുടങ്ങി. മാറ്റലൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഫിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ദിയേൻ്റെ ഒരു ഡാൻസൊക്കെ, പൊരി വെയിലത്ത് നിന്ന് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേന് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഞങ്ങൾ സുൽത്താൻ ബത്തേരിക്കാട്ടോ പോകുന്നത്. ഓട്ടോയിലിരുന്ന് അവൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു, സുൽത്താൻ ബത്തേരിക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മീനങ്ങാടി ഇറങ്ങി ഞങ്ങൾക്ക് അവിടെ നിന്ന് ബത്തേരിക്കുള്ള ഒരു KSRTC ബസ് കിട്ടി. അതിൽ കയറിയിരുന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ബസ് കയറി കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ദിയമോൾ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇരുന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ എൻ്റെ മേത്ത് കിടന്നുറങ്ങാൻ തുടങ്ങി. എൻ്റെ വീഡിയോ എടുക്കലിൻ്റെ ഉഷാറ് കൊണ്ട് അവൾ എണീച്ചു കേട്ടോ. എണീച്ചിട്ട് പുറത്ത് നോക്കിയിട്ട് ഇപ്പം അവൾക്ക് കുറച്ച് ദിവസമായിട്ട് ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. ചെടികൾ പൂക്കളിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ പുറത്ത് നോക്കിയിട്ട് ഓരോ പൂക്കളും ചെടികളും കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയായിരുന്നു. അത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. അങ്ങനെ ബത്തേരി എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന്. അവൾ ലുലു മാളിലാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബത്തേരിയിൽ ലുലു മാളൊന്നും ഇല്ലല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നപ്പോഴത്തേനും നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവൾക്ക് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പാണ് ഞാൻ അവളെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചത്. അവൾ അന്ന് പറയണ്ടായിരുന്നു ഞാനും ചിഞ്ചു ഒരിക്കൽ ഇതിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ വിഷമം പറയണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാം അവളെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയാണ്ട് കൊണ്ടുവന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾ അവിടെ കയറി കുറച്ച് നേരത്തേക്ക് നമ്മളെ ദിയ ഒരു കിളി പോയ അവസ്ഥയിലായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പം എന്താ എടുക്കണ്ടേ, എന്താ ഇപ്പം ഞാൻ ഒഴിവാക്കണ്ടേ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഫോമിലെത്തി. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെയാണ് എടുക്കണ്ടേന്ന് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് ചറ എടുക്കലായിരുന്നു. എന്തെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനുള്ളതാന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറേ എടുക്കുന്നു, കുറേ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. അങ്ങനെ കുറേ ആവശ്യമുള്ളതും ഇല്ലാത്തതും അങ്ങനെ കുറേ എന്തൊക്കെയോ എടുത്ത് ബില്ലിടാനൊക്കെ കൊടുത്തു കേട്ടോ. ബില്ലിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും അവൾ അവിടെയും ഇവിടെയും പോയി നിന്ന് നോക്കുകയായിരുന്നു. ഇനിയും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ കൺഫ്യൂഷൻ ഇല്ലാണ്ട് വരും, ഞാനെല്ലാം നോക്കി വെച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നോക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നു. മതിയോ? ഇവിടെ നോക്ക്. പിന്നെ എന്താ അവിടെ തപ്പുന്നേ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കേട്ടില്ല? ഒരു ഹാഫ് ബീഫ് ബിരിയാണി കഴിച്ചപ്പോൾ പിന്നെ ദിയാന്റെ വയറ് നിറഞ്ഞു ഗൈസ്. ഇനി എങ്ങോട്ടാ ദിയ? എന്തിന്? വീട്ടിൽ പോവാ?
അങ്ങനെ ദിയ ഒരു ജീൻസും ടോപ്പും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങാമെന്ന് വിചാരിച്ച് എസ് ഭാരതിലേക്ക് കയറി കേട്ടോ. എങ്ങോട്ടാ ഓടുന്നേ? അവിടെ കയറിയപ്പോഴോ ദിയയ്ക്ക് പൊലിവ്, ദിയ ഓടുകയായിരുന്നു. ഹനാൻ ഫിറ്റ്. ഹാപ്പിയല്ലേ? ഓ എന്താ പൊലിവ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് സ്പാരതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ബസ് കിട്ടി മീനങ്ങാടി ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷക്കാണ് വീട്ടിലേക്ക് പോയത്. ഓട്ടോറിക്ഷ കയറിയപ്പോൾ തന്നെ ദിയ സൈഡായി. ദിയ ഒന്ന് വെയിലത്തൊക്കെ നടന്നപ്പോൾ നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ചിഞ്ചു എത്തിയിട്ടുണ്ടായിരുന്നു. ദിയയ്ക്ക് നല്ല തലവേദനയും ക്ഷീണമൊക്കെ ആയിരുന്നു. ഇന്ന് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.